ഇന്നത്തെ സമൂഹത്തിൽ മുസ്ലിങ്ങളായ ആളുകളുടെ ഇടയിൽ തന്നെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പല ആളുകളും പറയും മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരുപാട് കക്ഷികളാണ്, ഒരുപാട് വ്യത്യസ്ത വിഭാഗങ്ങളാണ്, എല്ലാവരും പറയുന്നത് ഞങ്ങളാണ് ശരി, ഞങ്ങളാണ് നേരിൻ്റെ ആളുകൾ. ഇതിൽ നിന്ന് എങ്ങനെയാണ് ഞങ്ങൾ നേരിൻ്റെ വഴി മനസ്സിലാക്കുക? ഏതാണ് ശരിയെന്ന് ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? പ്രസക്തമായ ചോദ്യമാണ്. ആളുകളുടെ മനസ്സിലുള്ള സംശയം ഗൗരവമുള്ളത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ ചരിത്രം നമുക്കറിയാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ താമസിക്കാൻ കഴിയാതെ വന്നപ്പോൾ താൻ ഏറെ ഇഷ്ടപ്പെട്ട നാടും നാട്ടുകാരും കുടുംബവും എല്ലാം ഒഴിവാക്കി പരിശുദ്ധമായ മക്കയിൽ നിന്ന് മദീനയുടെ മണ്ണിലേക്ക് ഹിജ്റ പോയി. മദീനയിലേക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു ചെല്ലുന്ന രംഗം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ, ചരിത്രത്തിന്റെ താളുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. പ്രവാചകനെ സ്വീകരിച്ച അൻസാറുകളായ ആളുകൾ എങ്ങനെയായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്ന സ്നേഹബന്ധം? എല്ലാം ഒഴിവാക്കി വന്ന, എല്ലാം ഉപേക്ഷിച്ച് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന, വീടും കുടുംബവും സമ്പത്തും സൗകര്യങ്ങളും എല്ലാം ഒഴിവാക്കി വന്ന ആ മക്കക്കാരായ ആളുകളെ, മുഹാജിറുകളായ ആളുകളെ, അൻസാറുകളായ ആളുകൾ കയ്യും നീട്ടി സ്വീകരിച്ചു. അവരവരുടെ സമ്പത്ത് പകുത്ത് നൽകി, അവരുടെ വീട് പകുത്ത് നൽകി, അതേപോലെ തന്നെ കൃഷിയിടങ്ങൾ, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ എല്ലാം മദീനയിൽ അവരൊരുക്കി കൊടുത്തു. അത്രമാത്രം സ്നേഹത്തോടുകൂടെ ഐക്യത്തോടുകൂടെ ജീവിച്ച ആളുകളാണ് അൻസാറുകളും മുഹാജിറുകളും. ആ അൻസാറുകളെയും മുഹാജിറുകളെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ വിളിച്ചുകൂട്ടി പ്രവാചക തിരുമേനി പറഞ്ഞൊരു വാചകമുണ്ട്. ഇത്രമാത്രം സ്നേഹമുണ്ടായിരുന്ന ആളുകളോടാണ് പ്രവാചകൻ പറയുന്നത്, എൻ്റെ സമുദായം 73 കക്ഷികളായി പിരിയും, എൻ്റെ ഉമ്മത്ത് 73 വിഭാഗമായി പിരിയും. ആ 73 വിഭാഗമായി പിരിയുമ്പോൾ അതിലെല്ലാ ആളുകളും നരകത്തിലാണ്, ഒരൊറ്റ വിഭാഗം ഒഴികെ, ഒരു കൂട്ടം ആളുകൾ ഒഴികെ. ആരാണ് ആ വിഭാഗമെന്ന് പറഞ്ഞാൽ പ്രവാചക തിരുമേനി പഠിപ്പിച്ചത്, മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊന്നിലാണോ ജീവിച്ചത് ആ മാർഗം സ്വീകരിക്കുന്ന ആളുകളല്ലാത്ത മുഴുവൻ ആളുകളും നരകത്തിൻ്റെ ആളുകളാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കൂ നിങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, കക്ഷികൾ ഉണ്ടാകുമെന്നുള്ളത് മദീനത്തെ പള്ളിയിൽ വെച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ച കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണം? മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരുപാട് കക്ഷികളുണ്ട്, ഒരുപാട് വിഭാഗങ്ങളുണ്ട്, ഞാൻ ഒന്നിലുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണോ വേണ്ടത്? അതോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സ്വർഗത്തിൽ പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനുള്ള പരിശ്രമം, ആ അധ്വാനം നടത്തുകയാണോ വേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്.